നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 8/6/2024 നടന്ന എക്സാമിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയുടെ എക്സാമിൻ്റെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 593/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് 66/2024. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ശരിയായ ഉത്തരം. 2ഉം 4ഉം ശരിയായ പ്രസ്താവനകൾ ആണ്. നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ്, നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. നെക്സ്റ്റ് 1. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതാണ്? സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ജപ്പാൻ, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്. ആൻസർ ഓപ്ഷൻ സി വരുന്നുണ്ട്. 1 and 3 ആണ്. 1 and 3 ഉൾപ്പെടാത്തവ ഏതാണ്? ജപ്പാനും ജർമ്മനിയുമാണ് ഉൾപ്പെടാത്തത്. ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെട്ടവയാണ്. സഖ്യത്തിൽ ഉൾപ്പെട്ടവയാണ്. ആരൊക്കെ? ജർമ്മനിയും ഇംഗ്ലണ്ടും ഫ്രാൻസും. ഉൾപ്പെടാത്തത് ആരൊക്കെയാണ്? ജപ്പാനും ജർമ്മനിയും. അപ്പോൾ ആൻസർ നോക്കി വെക്കുക. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും അങ്ങോട്ട് കൂട്ടണം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സഖ്യശക്തികളായി ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് 1. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഡൽഹി സർവകലാശാല, ശാന്തിനികേതൻ. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? ഡൽഹിയും ശാന്തിനികേതനും. നെക്സ്റ്റ് 1. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ചേര രാജവംശം, മൂഷക രാജവംശം, ആയ് രാജവംശം, ചോള രാജവംശം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 2 and 3. നെക്സ്റ്റ് 1. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങളേവ? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കുമിന്താങ് പാർട്ടി, ബോൾഷെവിക് പാർട്ടി, ഫലാങ് പാർട്ടി, മെൻഷെവിക് പാർട്ടി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ഉം 3ഉം. ഓൺലി 1 and 3 ആണ് ഉൾപ്പെടാതിരുന്ന പാർട്ടി. റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പാർട്ടികൾ ഏതൊക്കെയായിരുന്നു ഇവിടെ വന്നേക്കുന്നത്? കുമിന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയുമാണ് ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് 1. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ചൊവ്വ, ബുധൻ, ശനി, ശുക്രൻ. സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 4. ബുധനും ശുക്രനുമാണ് സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് കാമ്പ്, ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, അഗ്നിപർവ്വതജന്യ ശില. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അസ്തനോസ്ഫിയർ.
നെക്സ്റ്റ് വൺ, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയിലാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവപ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയിലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. വണ്ണും ഫോറുമാണ് പറയുന്നത്. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് മീസോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. നെക്സ്റ്റ് വൺ, കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം. ആൻസർ ഓപ്ഷൻ എ, കാശ്മീർ ഹിമാലയം. ഓപ്ഷൻ എ, കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയം. നെക്സ്റ്റ് വൺ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഴങ്ങൾ, നെല്ല്, കാപ്പി, ഗോതമ്പ്. ഓപ്ഷൻ സി ആണ് കാപ്പി. നെക്സ്റ്റ് വൺ, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്? ആനമല, ചേരക്കൊമ്പൻ മല, പുളച്ചിമല, ഇളമ്പാരി മല. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇളമ്പാരി മല. ഓപ്ഷൻ ഡി, ഇളമ്പാരി മല. നെക്സ്റ്റ് വൺ, ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: നോബൽ ക്യാബിയസ്, മാൻസിനസ് സി, സിംബലിയസ് എൻ, ഫൗസ്റ്റിനി, ഹാവോർത്ത്, ഡി ഗർലാഷെ, സർഡ്രപ്പ്. ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ് ഏതൊക്കെ ഗർത്തമാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, മാൻസിസ് സി, സിംബലിയസ് എൻ. മാൻസിനസ് സി, സിംബലിയസ് എൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻസ്: നീതി മണ്ഡൽ, നീതി ബോർഡ്, പ്ലാനിംഗ് ബോർഡ്, നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ ഡി, നീതി ആയോഗ്. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, കെയ്ൻസ്, എം എസ് സ്വാമിനാഥൻ. പിതാവ് എം എസ് സ്വാമിനാഥൻ. ഓപ്ഷൻ ഡി, എം എസ് സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, നബാർഡ്. ആൻസർ ഓപ്ഷൻ ഡി, നബാർഡ്. ഓപ്ഷൻ ഡി, നബാർഡാണ് ആൻസർ. ഓപ്ഷൻ ഡി, നബാർഡാണ് ആൻസർ. ഗ്രാമവികസനം, നബാർഡാണ് ആൻസർ. നെക്സ്റ്റ് വൺ, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്നതിന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? പണച്ചുരുക്കം, നിശ്ചലാവസ്ഥ, പണപ്പെരുപ്പം ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ജനറൽ ഡെവലപ്മെൻറ്റ് പ്രോഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ജനറൽ ഡെവലപ്മെൻറ്റ് പ്രൈസ് ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? പ്രണബ് മുഖർജി, നിർമ്മല സീതാരാമൻ, നരേന്ദ്രമോദി, അമിത്ഷാ. ബഡ്ജറ്റ്. ആൻസർ നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്.
സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ് റെഡ്ഡിയും ആയിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ശരിയാണ്. ബിയും സിയും ശരിയാണ്. ബി ആൻഡ് സി ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. A, B, D തെറ്റാണ്. എയും ബിയും ഡിയും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ആചാര്യൻ നരേന്ദ്ര ദേവ്, ശ്യാമപ്രസാദ് മുഖർജി, ഡോക്ടർ BR അംബേദ്കർ, ദീൻ ദയാൽ ഉപാധ്യായ. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ലേബർ പാർട്ടി ഡോക്ടർ BR അംബേദ്കർ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആമുഖത്തിൽ, മൗലിക അവകാശങ്ങളിൽ, നിർദ്ദേശ തത്വങ്ങളിൽ, മൗലിക ചുമതലകളിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്. നിർദ്ദേശക തത്വങ്ങളിൽ. നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അവശിഷ്ടാധികാരങ്ങൾ. നെക്സ്റ്റ് ഭാഗത്ത് സൗത്ത് ആഫ്രിക്ക, ജർമ്മനി, കാനഡ, അമേരിക്ക എന്നിവയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പറയേണ്ടത്. എ 2 അല്ലേ? അടിയന്തരാവസ്ഥ ജർമ്മനി. അടിയന്തരാവസ്ഥ ജർമ്മനി. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക അല്ലേ? ഉപരാഷ്ട്രപതി ചുമതലകൾ ഉപരാഷ്ട്രപതി അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. നെക്സ്റ്റ് വൺ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ സി ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് പാർട്ടിൽ ഭയത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, സ്വാതന്ത്ര്യത്തിലേക്ക്. നെക്സ്റ്റ് സെക്ഷനിൽ നെൽസൺ മണ്ടേല, ആങ് സാങ് സുകി, ജെയ്സ് മിൽ, ഇസയ ബെർലിൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. നോക്കാം. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സുകി വന്നു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ഗ്രന്ഥങ്ങളാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് ജെയ്സ് മിൽ. നെക്സ്റ്റ്, നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്നാണ്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്.
ആൻസർ ഓപ്ഷൻ സി ആണ്. 2023 സെപ്റ്റംബർ 20 നാരീശക്തൻ വന്ദൻ അധിനിയം 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കളിത്തട്ട്. നെക്സ്റ്റ്, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, ആഗമാനന്ദ സ്വാമികൾ. ആൻസർ ഓപ്ഷൻ എ വി.ടി. ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി താലോലം, ശരണ്യ പദ്ധതി, സ്നേഹസ്പർശം, സ്നേഹസ്വാന്തനം. ആൻസർ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സ്നേഹസ്വാന്തനം. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക പ്രസ്ഥാനം ഏതൊക്കെയാണ്? സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, ഹരേ സമാജം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ. നെക്സ്റ്റ് കോളത്തിൽ വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സമത്വ സമാജം അറിയാം, വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. ഹരേ സമാജം കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. നെക്സ്റ്റ് വൺ, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വളർച്ചയുടെ ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, തലാസീമിയ. ആൻസർ ഓപ്ഷൻ സി ആണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12, ജീവകം B9. നെക്സ്റ്റ് വൺ, മലേറിയ രോഗകാരിയായിരുന്ന പ്ലാസ്മോഡിയം മനുഷ്യശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ചെറുകുടൽ, തലച്ചോറ്, വൃക്ക, കരൾ. മനുഷ്യശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തുന്നു. ഏത് കോശങ്ങളിലേക്കാണ് ആദ്യം എത്തുന്നത്? ഏതാണ്? കരളിലേക്ക്. ഓപ്ഷൻ ഡി കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എയിൽ CO2, CO, SO2, മീഥെയിൻ. നെക്സ്റ്റ് CO2, മീഥെയിൻ, CFC, N2O. നെക്സ്റ്റ് മീഥെയിൻ, CO, CFC, CO2. നെക്സ്റ്റ് CO2, SO2, CO, N2O. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. CO2, മീഥെയിൻ, CFC, N2O. കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും ക്ലോറോഫ്ലൂറോ കാർബണും നൈട്രിക് ഓക്സൈഡ്. നെക്സ്റ്റ് വൺ, IMA നടപ്പിലാക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കൗമാരക്കാരിലെ ആത്മഹത്യാ പ്രവണത തടയുക, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകുക, കുട്ടികളുടെ പരീക്ഷാപ്പേടി മാറ്റുന്നതിന്, രോഗികളുടെ മാനസികരോഗം മെച്ചപ്പെടുത്താൻ. ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകുക. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ എസ് ഫെയ്സി. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി, ദൂരം. പ്രകാശവർഷം, ദൂരം. നെക്സ്റ്റ് വരുന്നത് 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? 100, 200, 20, 500 വാട്ട്. ആൻസർ എത്രയാണ്? ആൻസർ
ഓപ്ഷൻ ഡി 500 വാട്ട്. 500 വാട്ട്. നെക്സ്റ്റ് വൺ, ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഭൂമിയുടെ ആകൃതി. ഭൂമിയുടെ ആകൃതി. നെക്സ്റ്റ് വൺ, ISRO-യിലൂടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ISRO-യിലൂടെ ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാലാവസ്ഥാ ഉപഗ്രഹം. കാലാവസ്ഥാ ഉപഗ്രഹം. കാലാവസ്ഥാ ഉപഗ്രഹം. ഓപ്ഷൻ ബി, കാലാവസ്ഥാ ഉപഗ്രഹം. നെക്സ്റ്റ് വൺ, അറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരീഡ് 3 ഗ്രൂപ്പ് 1, പീരീഡ് 4 ഗ്രൂപ്പ് 3, പീരീഡ് 4 ഗ്രൂപ്പ് 13, പീരീഡ് 3 ഗ്രൂപ്പ് 3. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. പീരീഡ് 4 ഗ്രൂപ്പ് 13. അറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ്? പീരീഡ് 4 ഗ്രൂപ്പ് 13. നെക്സ്റ്റ് വൺ, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 30.98 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കില്ല. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ബി, CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് വൺ, കെ, മഗ്നീഷ്യം, അലൂമിനിയം, Si എന്നീ മൂലകങ്ങളുടെ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? പൊട്ടാസ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്, അലൂമിനിയം, പ്ലാറ്റിനം, ലിഥിയം. ഓപ്ഷൻ ഡി ആണ് ലിഥിയം. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ആൻസർ ഓപ്ഷൻ സി, ഒളിമ്പിക്സ്. ഓപ്ഷൻ സി, ഒളിമ്പിക്സ് ആണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? അനാട്ടമി ഓഫ് എ ഹാൾ, ഓപ്പൺഹൈമർ, വാർ ഈസ് ഓവർ, പൂവർ തിങ്സ്. ആൻസർ ഓപ്ഷൻ ബി, ഓപ്പൺഹൈമർ. ഓസ്കാർ അവാർഡ്, വാർ ഈസ് ഓവർ. ഓസ്കാർ അവാർഡ്, വാർ ഈസ് ഓവർ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്ത ലവനിയിൽ ആദ്യമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവനെന്ന് നവ പരന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, അനുകമ്പാദശകം. ഇത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആത്മോപദേശ ശതകം. ഓപ്ഷൻ ബി, ആത്മോപദേശ ശതകം. അവനവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദ്യമാത്മരൂപം. അവനവൻ ആത്മസുഖത്തിൽ, ആ ഒരു സെൻറ്റൻസ് അറിയാം. സുഖത്തിന് ആചരിക്കുന്നവൻ പേര് സുഖത്തിനായി വരണം. ആത്മോപദേശ ശതകം. നെക്സ്റ്റ് വൺ, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? സാകേതം, കലി, ദൈവത്താർ, ലങ്കാലക്ഷ്മി. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 4ഉം. സാകേതം, ലങ്കാലക്ഷ്മിയാണ് CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ. നെക്സ്റ്റ് വൺ,
കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? കണ്യാർകളി പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. പാലക്കാട് ജില്ലയിലുള്ളതാണ് കണ്യാർകളി. മലമക്കളി, ദേശക്കളി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവി പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. കണ്ണകി ദേവി. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആരെല്ലാമാണ്? ആശാപൂർണദേവി, ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ, എം ലീലാവതി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 ആണ് പറയുന്നത്. സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. നെക്സ്റ്റ് വൺ. ഒരു സമാന്തര ശ്രേണിയിലെ 7-ാം പദം 0, 27-ാം പദം 60 എങ്കിൽ 17-ാം പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 30. 9ന്റെ 26% പ്ലസ് 15ന്റെ 42% ഈക്വൽ ടു 27ന്റെ x% എങ്കിൽ എക്സിൻ്റെ വില കാണുക. അതെങ്ങനെ എഴുതും? 9ന്റെ 100ൽ 26 അല്ലേ, പ്ലസ് 15 ഇൻറ്റു 100ൽ 42 ഈക്വൽ 27ൻ്റെ x% 27 ഇൻറ്റു 100ൽ എക്സ് എന്നിട്ട് വെച്ച് കാണാം അല്ലേ. നെക്സ്റ്റ് വൺ. 1:3 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് അല്ലേ, അങ്ങനെ പോകും, പ്ലസ് 20 ക്യൂബ് കാണുക. ആൻസർ അത് വരുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്ര ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 24 ആയിരിക്കും. നെക്സ്റ്റ് വൺ. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 63,000 6,300 രൂപ പലിശ കിട്ടാൻ പലിശ നിരക്ക് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 7%. നെക്സ്റ്റ്. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 45 km/മണിക്കൂർ. ഓപ്ഷൻ ബി ആണ്. 45 km/മണിക്കൂർ. നെക്സ്റ്റ് വൺ. റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? അതിൽ ആദ്യം നമ്മളെന്താ ചെയ്യാം അല്ലേ, നോർത്ത് സൗത്ത് ഈസ്റ്റും വെസ്റ്റും വരച്ചതിന് ശേഷം അതിനെ തിരിക്കാം. നെക്സ്റ്റ് വൺ. എൻ്റെ ആൻസർ എത്രയാണ്? 57. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു ക്ലോക്കിൽ 10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 115 ഡിഗ്രി. √10 ഇൻറ്റു √2⁵ ഹോൾ സ്ക്വയർ ഇൻറ്റു √5³ ഹോൾ സ്ക്വയർ അല്ലേ. ആദ്യം അറ്റത്തുനിന്ന് കണ്ടുപോകണം അല്ലേ. 5³ സ്ക്വയർ ആണ് ആദ്യം കാണുക, അതിൻ്റെ സ്ക്വയർ കാണണം, അതിൻ്റെ റൂട്ട് കാണണം അല്ലേ, പിന്നെ മറ്റേത് കാണാം അങ്ങനെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ആൻസർ ഓപ്ഷൻ ബി 15 ദിവസം. ഓപ്ഷൻ ബി 15 ദിവസം. ഇംഗ്ലീഷാണിത്. ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. ഓപ്ഷൻസിൽ ബട്ട്, അണ്ടിൽ, അറ്റ്ലീസ്റ്റ്, ഓവർ.
They did not come. Dash the meeting was half over. Answer option B ആണ് until. Option B until. Next one. He still dash in touch with most of his old schoolmates. Keeps, keeping, kept, none. Answer option A ആണ് keeps. He still keeps in touch with most of his old schoolmates. Next one. We dash off coffee, so we adjusted with the tea. Make up, make out, run out, break out. Answer option C ആണ് run out. Next one. Dash you mind waiting here till I return. Can, should, may, would. Answer option D ആണ് would. He is dash European tourist. Answer option D ആണ് A. Yesterday Sharon dashed to the station to meet Anu. Went, goes, go, has gone. Answer option A ആണ് went. Next one. My birthday is dash October 28th. My birthday is dash in, at, on, after. Answer option C on. The meaning of the word garrulous. Noisy, silent, talkative, serious. Answer option C ആണ് talkative. Neither of us dash sweet. Option C ആണ് likes. Neither of us likes sweets. Cloth is the younger one of dash. Colt. Alligator, horse, tiger, lion. Answer option B ആണ് horse. Next one. മലയാളം വിപരീത പദം എഴുതുക. വിയോഗം. ഓപ്ഷൻസിൽ സംയോഗം, യോഗം, നിയോഗം, അവിയോഗം. ആൻസർ ഓപ്ഷൻ എ ആണ് സംയോഗം. വിയോഗം, സംയോഗം. ഓപ്ഷൻ എ ആണ് ആൻസർ. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വിഹഗം. ദിക്ക്, വിശ്വം, അശ്വം, പക്ഷി. ആൻസർ ഓപ്ഷൻ ഡി ആണ് പക്ഷി. വിഹഗം, പക്ഷി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചേർത്തെഴുതുക. ദു പ്ലസ് ജനം. ദുജനം, ദുജനം അല്ലേ? ഏതാ ആൻസർ വരിക നോക്കാം. 73. ഓപ്ഷൻ സി ആണ് ആൻസർ. ദുർജനം. ശരിയായ ജോഡി ഏതാണ്? ദുഃഖം, മുഖം, വദനം, ആനന്ദം. മഞ്ഞ്, നീഹാരം, തുഷാരം. തോഴൻ, ചങ്ങാതി, അനിലൻ. വീഥി, വഴി, പാത. ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ. എതിർലിംഗം എഴുതുക. ഭൃത്യ. ആൻസർ ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ. പിരിച്ചെഴുതുക. അവൻ. എങ്ങനെ പിരിച്ചെഴുതും? ആൻസർ ഓപ്ഷൻ സി ആണ് ആ പ്ലസ് അൻ. ഓപ്ഷൻ സി ആ പ്ലസ് അൻ, അവൻ. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ആഖ്യാനം. നെക്സ്റ്റ്. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കുന്നിനെ കയം കാണിക്കരുത്. നിത്യാഭ്യാസി ആനയെ എടുക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ല. നാടോടുമ്പോൾ നടുവേ ഓടണം. ആൻസർ ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ എഴുതുക. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കരുത്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഉപ്പോളും വരുമോ ഉപ്പിലിട്ടത്. കുന്തം പോയാൽ കുടത്തിലും തപ്പണം. ആൻസർ ഓപ്ഷൻ ബി ആണ് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. നെക്സ്റ്റ് വൺ. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തമില്ലാത്തത്? ഓപ്ഷൻസ്: മാനസിക ശേഷിയില്ലായ്മ, ശൈശവം, ലഹരി, നിയമത്തിൻ്റെ തെറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശൈശവം. താഴെ പറയുന്നവയിൽ
മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഷണ്ഡനാക്കുക, അസ്ഥിയുടെ സ്ഥാനഭ്രംശം, സ്ഥിരമായ രൂപഭേദം, 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതിയതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 and 2 ആണ്. 1 and 2 ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 370A സെക്ഷൻ 376D. നെക്സ്റ്റ് വൺ. ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീടത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കപ്പെടുന്നു. താഴെ പറയുന്ന ഏത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? ക്രിമിനൽ വിശ്വാസ ലംഘനം, സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം, മോഷണം, കവർച്ച. ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം? ആൻസർ ഓപ്ഷൻ സി ആണ്. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. 1973 ക്രിമിനൽ നടപടി പ്രകാരം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപാണ്. നെക്സ്റ്റ് വൺ. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന സാഹചര്യം ആണ്. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൻ്റെ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന സാഹചര്യമാണ്. മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്ന് നോക്കുക. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി, 2 തെറ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27ൻ്റെ പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 and 4 ഓപ്ഷൻ ഡി ആണ്. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവരിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2011 കേരള പോലീസ് ആക്ടിംഗ് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും. ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. നെക്സ്റ്റ് വൺ. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗികാക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവകരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏതാണ്? അങ്ങനൊരു സംഭവമുണ്ടോ? ഇല്ലേ? എല്ലാം ഗൗരവമാണ്. ആൻസർ ഓപ്ഷൻ ബി ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ്.
2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. നെക്സ്റ്റ് 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. 100 വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. ആൻസർ ഓപ്ഷൻ ഡി 5 ദിവസം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.